പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാഗ്നി ശുശ്രൂഷകൾ സംബന്ധിക്കുവാൻ കർത്താവിനെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനും ഈശോയുടെ തിരുഹൃദയത്തിനും പ്രതിഷ്ഠിക്കുന്നു. ഉത്യതനായ ഈശോയുടെ സമാധാനം നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബങ്ങൾക്ക് ഉണ്ടാകട്ടെ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ, ഇന്ന് ഉയർപ്പ് തിരുനാളിൻ്റെ എല്ലാ മംഗളങ്ങളും പ്രാർത്ഥനകളും ആശംസകളും അനുഗ്രഹങ്ങളും എല്ലാം ബഹുമാനപ്പെട്ട സേവർക്കാൻ വട്ടാഴച്ചൻ്റെ ആത്മീയ കൂട്ടായ്മയും ഞങ്ങൾ ഒരു മനസ്സോടെ നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസിക്കുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് ഈ ഈസ്റ്ററിൻ്റെ ആഘോഷങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഈ അഭിഷേകാഗ്നി ശുശ്രൂഷ മുടക്കാതിരുന്ന നിങ്ങൾ ഓരോരുത്തരെയും കർത്താവ് പ്രത്യേകം ബ്ലെസ് ചെയ്യും. അത് പ്രത്യേകം കർത്താവ് ഒരു കൃപ തരും. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മളിങ്ങനെ മെനക്കെട്ട് സമയം കണ്ടെത്തി ഇങ്ങനെ അഭിഷേകത്തിൻ്റെ എപ്പിസോഡ് കാണുന്നതിൽ സംബന്ധിക്കുന്നതിലൊക്കെ കാര്യമുണ്ട്. നമ്മൾ ചിലപ്പോൾ ഒരു എപ്പിസോഡ് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങൾ ചില സാക്ഷ്യങ്ങളൊക്കെ മുഴുവൻ എപ്പിസോഡ് പുറകു മുതൽ അങ്ങോട്ട് പിന്നെ അവസാനം മുതൽ ആദ്യം വരെയുള്ളത് കാണാൻ ചില വ്യക്തികൾ തീരുമാനമെടുത്ത് നമ്മളൊരു 10 ദിവസം അല്ലെങ്കിൽ ഒരു 9 ദിവസം നൊവേന ചൊല്ലി പ്രാർത്ഥിക്കുന്നു, ഒരു 33 ദിവസം ചില പ്രാർത്ഥനകൾ നടത്തുന്നു. അല്ല എന്നുണ്ടെങ്കിൽ അങ്ങനത്തെയുള്ള പ്രാർത്ഥനകളൊന്നും വെറുതെ ആവില്ല. ദൈവിക കാര്യങ്ങളാണോ, ദൈവത്തെ പരിശുദ്ധനായി കണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണോ, അതിനൊന്നും വെറുതാവിലാവില്ല. ഹല്ലേലൂയ. ഒരു സാക്ഷ്യം കാണാം, അത് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാവും. എൻ്റെ പേര് സോജോ, ഇതെൻ്റെ ഭാര്യ മീന. ഞങ്ങൾക്ക് കല്യാണം കഴിഞ്ഞിട്ട് 5 വർഷമായിട്ട് കുട്ടികളുണ്ടായിരുന്നില്ല. 5 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലായിരുന്നു. ഈ 5 വർഷത്തിനിടയിൽ 3 പ്രാവശ്യം അബോർഷനായി പോയിരുന്നു, ബ്ലീഡിങ് ആയിട്ട്. എന്നിട്ട് കാണിക്കാത്ത ഡോക്ടർമാരില്ലായിരുന്നു. ഞങ്ങൾ ഇവിടെ നാട്ടിൽ വരുമ്പോഴും, ഞങ്ങൾ UAE-ലാണ്, ഷാർജയിൽ. ഇവിടെ വരുമ്പോഴും അതുപോലെ തന്നെ തിരിച്ച് ഷാർജയിൽ ചെല്ലുമ്പോഴും പല ഡോക്ടർമാർ മാറി കാണിച്ചെങ്കിലും ഒരുപാട് ഡോക്ടേഴ്സിനടുത്ത് പോയി മാറി കാണിച്ചെങ്കിലും ഒരു ഫലമുണ്ടായില്ല. അങ്ങനെ ഇരിക്കെ ഞങ്ങൾ അഭിഷേകാഗ്നി ഞങ്ങൾ ഷാർജയിൽ ഓൺലൈനിൽ കാണാറുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം, അഭിഷേകാഗ്നി എന്ന് പറഞ്ഞാൽ എല്ലാ ഞായറാഴ്ചയും ഇന്ത്യൻ സമയം 8:30 മണിക്ക് വൈകുന്നേരത്ത് ബഹുമാനപ്പെട്ട ബിനോയ് കരിമരുതങ്കർ അച്ഛനാണ് ഇപ്പോൾ ശുശ്രൂഷ ചെയ്യുന്നത്. അച്ഛന് നമ്മുടെ ധ്യാന കേന്ദ്രത്തിലെ 2ാമത്തെ ഡയറക്ടർ അച്ഛനായിരുന്നു. അപ്പോൾ ആ ഒരു ശുശ്രൂഷ വട്ടാളിച്ച് തുടങ്ങി വെച്ച ശുശ്രൂഷയാണ്. ആ അഭിഷേകാഗ്നി എന്ന് പറഞ്ഞ ശുശ്രൂഷ ഓൺലൈനിൽ വെച്ച് എല്ലാ ഞായറാഴ്ചയും കാണാനായിട്ട് ആരംഭിച്ചു. അങ്ങനെ ഞങ്ങൾ 10 വെള്ളിയാഴ്ച നേർച്ച നേർന്ന്, അതുപോലെ തന്നെ ശനിയാഴ്ച ഉപവസിക്കാമെന്നും നേർച്ച വന്നു. ഇവിടെ വന്ന് കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്താമെന്ന് നേർച്ച നേർന്നിരുന്നു. അതിൻ്റെ ഫലമായി കറക്റ്റ് 10ാമത്തെ വെള്ളിയാഴ്ച, നോമ്പ് തീർന്ന് 10ാമത്തെ വെള്ളിയാഴ്ച തന്നെ വൈഫ് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തപ്പോൾ അത് പോസിറ്റീവായി ദൈവം അനുഗ്രഹിച്ചു. ഞങ്ങളെ 10 ആഴ്ച അടുപ്പിച്ച് കണ്ട് പ്രാർത്ഥിക്കാൻ നേർച്ച നേർന്നു. അത്ഭുതകരമായിട്ട് ഈശോ
കുടുംബത്തിനോട് ഇടപെട്ട് കുഞ്ഞിനെയും കൊണ്ട് വന്നിരിക്കുകയാണ് അല്ലേ? ഹല്ലേലൂയ, യേശുവേ നന്ദി. കുഞ്ഞിന്റെ സന്തോഷം കണ്ടില്ലേ? എന്തൊരു സന്തോഷമാണ്. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി, പരിശുദ്ധാത്മാവേ നന്ദി. പരിശുദ്ധാത്മാവേ, കർത്താവിന്റെ വലിയൊരു ഇടപെടൽ ഇവരുടെ കുടുംബത്തിലുണ്ടായ അഭിഷേകാഗ്നി ശുശ്രൂഷ, വചന ശുശ്രൂഷയിൽ പങ്കെടുത്ത് ഹൃദയം തുറന്ന് കണ്ണീരോടെ പ്രാർത്ഥിച്ചു, നേർച്ച നേർന്ന് പ്രാർത്ഥിച്ചു. ഇതാ കുഞ്ഞിനെയും കൊണ്ട് ഇവിടെ ഒന്ന് സാക്ഷ്യപ്പെടുത്താൻ തക്ക തരത്തിൽ കർത്താവ് കുടുംബത്തെ അനുഗ്രഹിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, സാക്ഷ്യപ്പെടുത്തുന്നതിൽ കാര്യമുണ്ട്, നേർച്ച നേരുന്നതിൽ കാര്യമുണ്ട്, നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നതിൽ കാര്യമുണ്ട്, ഉപവാസം എടുക്കുന്നതിൽ കാര്യമുണ്ട്, നോമ്പെടുക്കുന്നതിൽ കാര്യമുണ്ട്. അതിനകത്തെല്ലാം ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാകും. നമ്മൾ ഈ ഈശ്വരന് ഒരുക്കമായിട്ട് അല്ലെങ്കിൽ 50 ദിവസം നോമ്പെടുത്ത് പ്രാർത്ഥിച്ചൊന്നും വെറുതാവിലായിട്ടില്ല. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും. നമ്മുടെ ആത്മാവിലേക്ക് ഒരുപാട് കൃപകൾ കർത്താവ് തരും. കാരണം എന്താ? കാരണം ദൈവമാണ് ഏക ദൈവമായ കർത്താവ്. അവിടുന്ന് പരിശുദ്ധനാണ്, അവിടുന്ന് ബലവാനാണ്, അവിടുന്ന് അമർത്യനാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയ. ഉത്ഥാനം ചെയ്ത കർത്താവിനെ അപ്പസ്തോലന്മാർ അവൻ്റെ പാദത്തിൽ കെട്ടിപ്പിടിച്ച് ആരാധിച്ചു എന്നൊക്കെയുള്ളത് ബൈബിളിലെ വചനങ്ങളൊക്കെ നമ്മൾ ഗൗരവത്തിൽ എടുക്കണം. നമുക്ക് ശരിക്കും ഉത്തിതനായ കർത്താവിനെ ആരാധിക്കാം. യേശയ്യാ പ്രവചനത്തിൽ 8-ാമത്തെ അധ്യായത്തിൽ അതിന് 13-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ പരിശുദ്ധനായി കരുതുവിൻ. ഹല്ലേലൂയാ, ഹല്ലേലൂയ. ചാടി എഴുന്നേൽക്കാം. കുട്ടികളൊക്കെ ചാടി എഴുന്നേറ്റോ. ഈസ്റ്റർ ദിവസം കർത്താവ് പ്രത്യേകം കൃപ തരും. നമുക്ക് നന്നായിട്ട് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഓ ദൈവമേ, ഉചിതനായ കർത്താവേ, അവിടുന്ന് പരിശുദ്ധനാണ്, അവിടുന്ന് അമർത്യനാണ്, അവിടുന്ന് ബലവാനാണ്, അവിടുന്ന് ജീവിക്കുന്ന ദൈവമാണ്, അവിടുന്ന് മരിച്ചവരുടെ ദൈവം അല്ല, അവിടുന്ന് ജീവിക്കുന്നവരുടെ ദൈവമാണ്. ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്ന പാവനനേ നീ പരിശുദ്ധൻ, ബലവാനേ നീ പരിശുദ്ധൻ, കൈയടിച്ച് അമർത്യനേ നീ പരിശുദ്ധൻ, കൃപ തൂകണമേ എന്നും. വലിയ സന്തോഷത്തോടെ കൈയടിച്ച് പാവനനേ നീ പരിശുദ്ധൻ, ഹല്ലേലൂയ, ബലവാനേ നീ പരിശുദ്ധൻ, സന്തോഷത്തോടെ അമർത്യനേ നീ പരിശുദ്ധൻ, കൃപ തൂകണമേ. ഒരിക്കൽ കൂടി കൈകൾ ഉയർത്തി കൈയടിച്ച് പാവനനേ നീ പരിശുദ്ധൻ, ബലവാനേ നീ പരിശുദ്ധൻ, അമർത്യനേ നീ പരിശുദ്ധൻ, കൃപ തൂകണമേ എന്നും. ഇരുവശങ്ങളിലേക്ക് കൈയടിച്ച് കർത്താവിന്റെ ദിവസം വലിയ സന്തോഷത്തിൽ ആരാധിക്കുകയാണ്. ഓ കർത്താവേ, ഓ കർത്താവേ, ഓ എന്റെ ദൈവമേ. പാറായിരം കൈപ്പുള്ള ജലം മാധുര്യമാക്കി മാറ്റിയവൻ, പാറായിരം കൈപ്പുള്ള ജലം മാധുര്യമാക്കി മാറ്റിയവൻ, അലറി വരും ഒരു ചെങ്കടലിൽ പാതയൊരുക്കിയ ദൈവം, അലറി വരും ഒരു ചെങ്കടലിൽ പാതയൊരുക്കിയ ദൈവം, പാവനനേ നീ പരിശുദ്ധൻ, ബലവാനേ നീ പരിശുദ്ധൻ, അമർത്യനേ നീ പരിശുദ്ധൻ, കൃപ തൂകണമേ. വലിയ സന്തോഷത്തോടെ പാവനനേ നീ പരിശുദ്ധൻ, ബലവാനേ നീ പരിശുദ്ധൻ, അമർത്യനേ നീ പരിശുദ്ധൻ, കൃപ തൂകണമേ. ഉദ്ധാനം ചെയ്തവനെ പാവനനേ നീ പരിശുദ്ധൻ, ബലവാനേ നീ പരിശുദ്ധൻ, അമർത്യനേ നീ പരിശുദ്ധൻ, കൃപ തൂകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ കർത്താവേ, അവിടുന്ന് പരിശുദ്ധനാണ്, അവിടുന്ന് ബലവാനാണ്. കർത്താവേ, യെസക്കേൽ പ്രവചനത്തിൽ അങ്ങനെ വെളിപ്പെടുത്തിയിട്ടുണ്ടല്ലോ, ദൈവജനത്തിന് മുൻപിൽ എന്റെ പരിശുദ്ധം ഞാൻ വെളിപ്പെടുത്തും. ദൈവമേ, കർത്താവിന്റെ ദിവസം, കർത്താവേ, അഭിഷേകത്തെ ശുശ്രൂഷയിൽ കർത്താവേ, വിവിധ ഭൂഖണ്ഡങ്ങളിൽ, വിവിധ ദേശങ്ങളിൽ, വിവിധ സമയങ്ങളിൽ ഇത് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരുടെ മുൻപിൽ അവിടുത്തെ പരിശുദ്ധി വെളിപ്പെടുത്തണമേ, അവിടുത്തെ പരിശുദ്ധി വെളിപ്പെടുത്തണമേ. ഹല 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 ഹല. ഓ ദൈവമേ,
അവിടുത്തെ ഉത്ഥാനത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കപ്പെട്ടിട്ടോ. ദൈവമേ, ഉത്ഥാനത്തിന് ശേഷം അപ്പസ്തോലന്മാരുടെ കൂടെ വലിയ അടയാളങ്ങൾ അത്ഭുതങ്ങളിലൂടെയും കർത്താവെ സഭയെ നയിച്ച കർത്താവേ, ഈ സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഉന്നതനായ കർത്താവിന്റെ അത്ഭുതകരമായ ശക്തിയാൽ, ദൈവവചനത്തിന്റെ ശക്തിയാൽ, യേശുവിന്റെ കുരിശുമരണത്തിന്റെ പീഡാസഹനത്തിന്റെ അനന്ത യോഗ്യതയാൽ കർത്താവെ, ഈ കുടുംബങ്ങളെ ശല്യം ചെയ്യുന്ന രോഗപീഠകളും പൈശാചിക പീഡകളും ബന്ധനങ്ങളും ആധിപത്യങ്ങളും എല്ലാ തരത്തിലുള്ള ദുരാത്മ സേനകളും കർത്താവേ, കുട്ടികൾക്കുള്ള രോഗപീഠങ്ങൾ, കുഞ്ഞുങ്ങൾക്ക് തുറന്നുള്ള രോഗപീഠങ്ങൾ, സംസാരിക്കാൻ സാധിക്കാത്ത കുഞ്ഞുങ്ങൾ കർത്താവേ, സംസാരിക്കാൻ സാധിക്കാത്ത കുഞ്ഞുങ്ങൾ കർത്താവേ, സംസാരം തിരിയാത്ത കുഞ്ഞുങ്ങൾ കർത്താവെ, തുറന്ന കുഞ്ഞുങ്ങളുടെ രോഗപീഠങ്ങൾ, പൈശാചിക പീഠങ്ങൾ യേശുവിന്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നു. കുട്ടികൾ പ്രാപിക്കട്ടെ. ആരാധന 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 കർത്താവേ, അടഞ്ഞു കിടക്കുന്ന കല്ലറകളെ തുറക്കുന്ന കർത്താവേ, അടഞ്ഞു കിടക്കുന്ന വാതിലുകളെ തുറക്കുന്ന കർത്താവേ, ജീവിതത്തിൽ 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 കർത്താവേ, വാതിലുകൾ അടഞ്ഞ് സങ്കടപ്പെട്ടിരിക്കുന്നവരോട് യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, നിങ്ങൾ ഇപ്പോൾ വാതിൽ തുറന്ന് പുറത്തു വരിക. ആരാധന 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 ഏകദേശം വർദ്ധിക്കുന്നു. യേശു നാമസംഖ്യയിൽ വിടുതൽ പ്രാപിക്കുക. യേശു സുഖപ്പെടുത്തുന്നു. യേശു കെട്ടുകൾ അഴിക്കുന്നു. യേശു പൈശാചികതകളെ ബന്ധിക്കുന്നു. കർത്താവേ, നാടുകളായിട്ട് മക്കളില്ലാത്ത കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരും അബോഷനായി പോയിട്ടുള്ള കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മക്കൾ ജനിക്കുന്ന തടസ്സങ്ങൾ കുടുംബത്തെ ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നു. ആരാധന 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 യേശുവേ, ആരാധന യേശുവേ, ആരാധന യേശുവേ, ആരാധന യേശുവേ, ആരാധന യേശുവേ, ആരാധന യേശുവേ, ആരാധന ആരാധന യേശുവേ, ആരാധന ആരാധന. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. നമുക്കിരിക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം മരിച്ചവരിൽ നിന്ന് എഴുന്നേൽക്കുക. ഹല്ലേലൂയ. Hallelujah. ലൂക്കായുടെ സുവിശേഷത്തിൽ 24-ാമത്തെ അധ്യായത്തിൽ 5-ാമത്തെ തിരുവചനം. Gospel of St. Luke chapter 24 verse 5. ജീവിച്ചിരിക്കുന്നവനെ നിങ്ങൾ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്തിന്? അവനിവിടെ ഇല്ല, ഉയർപ്പിക്കപ്പെട്ടു. ഹല്ലേലൂയ. Hallelujah. ഉത്ഥാന തിരുനാളിനോടനുബന്ധിച്ച് ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ വായിച്ചു കേട്ട തിരുവചന ഭാഗങ്ങളാണിത്. ഈശോയെ കല്ലറയിൽ സംസ്കരിച്ചു. കുറേ സ്ത്രീകളുണ്ട്. അവരെ പിറ്റേ ദിവസം സുഗന്ധദ്രവ്യങ്ങൾ, സുഗന്ധക്കുട്ടികളെല്ലാം തയ്യാറാക്കി അതിരാവിലെ വെളുപ്പിനെ പുറപ്പെട്ടു വരികയാണ്. കല്ലറയുടെ വാതിൽ എങ്ങനെ മാറ്റുമെന്നുള്ള പ്രശ്നം അവരുടെ മനസ്സിലുണ്ട്. അത് തനിയെ തുറന്നു കിടക്കുന്നു. അവരകത്ത് പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ ഇതെന്താ സംഭവിച്ച് നമ്പരെന്ന് നിൽക്കുമ്പോൾ തിളങ്ങുന്ന വസ്ത്രം ധരിച്ച 2 പേര് ദൈവദൂതന്മാർ പ്രത്യക്ഷപ്പെട്ട് ചോദിക്കുന്നൊരു ചോദ്യമാണ്, ജീവിച്ചിരിക്കുന്നവനെ നിങ്ങൾ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്തിന്? അവനിവിടെയില്ല. ഹല്ലേലൂയ. Hallelujah. പ്രൈസ് ദി ലോർഡ്. Praise the Lord. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു മരിച്ചവരുടെ ഇടയിൽ താമസിക്കാനുള്ളവരല്ല, മരിച്ചവരെ പോലെ ജീവിക്കാനുള്ളവനല്ല. പിന്നെയോ ഉത്ഥാനം ചെയ്ത കർത്താവിൽ ശരണപ്പെട്ടുകൊണ്ട് മാമോദീസായിലൂടെ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റവരെന്ന നിലയിൽ ഉത്ഥാനം ചെയ്തവനെ പോലെ, ഉണർവുള്ളവരെ പോലെ നല്ല കൃപയോടെ ജീവിക്കാനുള്ളതാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. പറക പറയാം ഹല്ലേലൂയ. Hallelujah. റോമാലേഖനം 12-ാമത്തെ അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം. ലെറ്റർ റോമൻസ് ചാപ്റ്റർ 12 വേഴ്സ് 11. തീഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കും. എന്ന് പറഞ്ഞാൽ വെറുതെ ചതഞ്ഞെന്ന് പറഞ്ഞിട്ട് മന്ദതയും ബാധിച്ച് അലസതയും ബാധിച്ച് ആർക്കാൻ വേണ്ടി വേണ്ട എന്താണ്ടൊക്കെ ചെയ്യുന്നത് പോലെ അങ്ങനെയല്ല. നമ്മുടെ ജീവിതത്തിലെ എല്ലാ ശുശ്രൂഷകളും ബീൻ ഫയർ അല്ലേ, ബീൻ പവർ, നല്ല ആത്മാവിൽ നല്ല ജ്വലിക്കുന്നവരായിട്ട് നമ്മൾ ചെയ്യണം എന്ത് കാര്യമാണെങ്കിലും. ഹെബ്രായ ലേഖനത്തിൽ 1-ാമത്തെ അധ്യായത്തിന്റെ 7-ാമത്തെ തിരുവചനം, ഹീബ്രൂസ് ചാപ്റ്റർ 1 വേഴ്സ് 7. അവിടുന്ന് തൻ്റെ ദൂതന്മാരെ കാറ്റും
ശുശ്രൂഷകരെ തീനാളങ്ങളുമാക്കുന്നു എന്ന് ദൂതന്മാരെ കുറിച്ച് പറഞ്ഞിരിക്കും. ഇപ്പൊ ദൈവദൂതന്മാരെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന നല്ല കാറ്റ് അല്ലെ, തീനാളം പോലെ. അപ്പം അതുകൊണ്ട് നമ്മുടെ ജീവിതം, എൻ്റെ സഹോദരങ്ങളെ, ഇങ്ങനെ മരിച്ചടക്കപ്പെട്ട ഒരവസ്ഥയിലുള്ളതൊരു ജീവിതം അല്ല. നല്ല ഉണർവോടെ നല്ല കൃപയോടെ മുന്നോട്ട് പോകുന്ന ജീവിതമാണ്. എന്നാൽ നമ്മുടെ ജീവിതത്തിലെ ചില പ്രവർത്തികൾ, ചില കാര്യങ്ങൾ നമ്മളെ ജ്വലനം നഷ്ടപ്പെടുത്തി ഏകദേശം ഒരു മരിച്ചവനെ പോലെ നമ്മുടെ ജീവിതത്തെ ആക്കിക്കളയാം. എഫേസോസ് ലേഖനത്തിൽ 5-ാമത്തെ അധ്യായത്തിന്റെ 14-ാമത്തെ തിരുവചനത്തിൽ എഫേഷ്യൻസ് ചാപ്റ്റർ 5 വേഴ്സ് 14 ഇങ്ങനെയാണ് വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് ഇപ്രകാരം പറയപ്പെട്ടിരിക്കുന്നത്, ഉറങ്ങുന്നവനെ ഉണരുക, മരിച്ചവരിൽ നിന്ന് എഴുന്നേൽക്കുക, ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. ഹല്ലേലൂയാ. അതാണ് വിഷയം. മരിച്ചവരിൽ നിന്ന് നീ എഴുന്നേൽക്കണം. ഒരു പക്ഷേ നമ്മുടെ ജീവിതം ഉത്ഥാനം ചെയ്തവനെ പോലെ ജീവിക്കേണ്ട ഒരു ജീവിതം മരിച്ചടക്കപ്പെട്ടൊരു ജീവിതമാണെങ്കിൽ എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ എഴുന്നേൽക്കണം. അതാണ് പറയുക, ഉറങ്ങുന്നവനെ ഉണരുക. ഉറങ്ങുന്നവനെ ഉണരുക എന്ന് പറഞ്ഞാൽ ഉറങ്ങി ജീവിക്കുന്നവൻ മരിച്ചവന് തുല്യാണ്. അങ്ങനെ ഉറങ്ങി ജീവിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം രാത്രി ഉറങ്ങാൻ കിടന്ന് റെസ്റ്റ് എടുക്കുന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് കുറച്ച് സമയം മയങ്ങുന്നതിനെ കുറിച്ചോ ഒന്നും അല്ല. മറിച്ച് ആരാണ് ഉറങ്ങുന്നവൻ, ആരാണ് മരിച്ചവൻ? തൊട്ട് മുകളിലത്തെ വാക്യം, അതുകൊണ്ടാണെന്ന് പറഞ്ഞിട്ടാണല്ലോ തുടങ്ങിയ വാക്യം. തൊട്ട് മുകളിലത്തെ എഫേസോസ് 5:11 വായിച്ചാൽ നമുക്കത് മനസ്സിലാവും. അന്ധകാരത്തിന്റെ നിഷ്ഫലമായ പ്രവർത്തനങ്ങൾ പങ്കുചേരരുത്, പകരം അവയെ കുറ്റപ്പെടുത്തുവിൻ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അന്ധകാരത്തിന്റെ നിഷ്ഫലമായ പ്രവർത്തനങ്ങൾ പങ്കുചേരരുത്, പകരം അവയെ കുറ്റപ്പെടുത്തുവിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ചുറ്റും പലതരത്തിലുള്ള തിന്മ പ്രവർത്തികൾ നടക്കുന്നത് കണ്ടിട്ടും യാതൊരു അനക്കവും ഇല്ല, യാതൊരു കുലുക്കവും ഇല്ല, അതിനെക്കുറിച്ച് സംസാരവും ഇല്ല, ഒന്ന് കണ്ടിട്ട് കാണാത്ത പോലെ. ചിലപ്പോൾ ചില ജീവികളൊക്കെ അങ്ങനെയുണ്ട് അല്ലേ, കുരയ്ക്കുമെന്നൊക്കെ പ്രതീക്ഷിക്കും, പക്ഷേ ഒന്നും കാണാത്ത പോലെ അങ്ങനെയൊക്കെ കിടക്കുന്നത് പോലെ എൻ്റെ സഹോദരങ്ങളെ ഇരുന്നാൽ ഈ ലോകത്തിൻ്റെ തിന്മകളിൽ മൗനം വഴി പങ്കുചേരുന്നവരായി നമ്മൾ മാറ്റപ്പെടും. മൗന സമ്മതം എന്നതുപോലെ അവരെ കുറിച്ച് ബൈബിൾ പറയാണ്, ഉറങ്ങുന്നവനെ ഉണരുക, ഉറങ്ങുന്നവനെ ഉണരുക. അനേക ആത്മാക്കൾ നശിച്ചു പോകുന്നു. അല്ലെങ്കിൽ പലതരത്തിൽ സഭയെ പലതരത്തിൽ നശിപ്പിക്കാനുള്ള കുതന്ത്രങ്ങളെ പല ശ്രമങ്ങൾ നടക്കുമ്പോൾ ഒന്നും നമ്മളെ ബാധിക്കാതിരിക്കുകയാണെങ്കിൽ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അവൻ ഉണർവ് നഷ്ടപ്പെട്ടവനാണ്, അവൻ മരിച്ചവനാണ്, അവൻ ഉണർന്ന് എഴുന്നേൽക്കണം, അവൻ ഉദ്ധാനം ചെയ്തവനെ പോലെ കാര്യങ്ങൾ ചെയ്യണം. അവൻ ഇങ്ങനെ മരിച്ചവരുടെ കിടന്നാ പോരാ. ദാനിയേൽ പ്രവചനത്തിൽ 13-ാമത്തെ അധ്യായത്തിന്റെ 45-ാമത്തെ തിരുവചനം, ബുക്ക് ഓഫ് ഡാനിയേൽ ചാപ്റ്റർ 13 വേഴ്സ് 45, അവൾ കൊലക്കളത്തിലേക്ക് നയിക്കപ്പെട്ടപ്പോൾ ദാനിയേൽ എന്ന പേരുള്ള ഒരു ബാലന്റെ പരിശുദ്ധമായ ആത്മാവിനെ കർത്താവ് ഉണർത്തി. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എന്താ പശ്ചാത്തലം? സൂസന്ന ചെറുപ്പ കാലഘട്ടം മുതൽ വിശുദ്ധിയിലും കൃപയിലും വചനം പഠിപ്പിച്ചും അവളുടെ മാതാപിതാക്കന്മാർ അവളെ വളർത്തി. എന്നിട്ട് അവൾ വിവാഹം കഴിഞ്ഞു. എന്നിട്ട് 2 കശ്മലന്മാർ അവളുടെ കൂടെ പാപം ചെയ്യാൻ പരസ്യം വെച്ച് നടന്നില്ല, അവൾ പാപത്തിന് വഴങ്ങിയില്ല. അങ്ങനെ അവളെ ചതിച്ച് കെണിയിൽ പെടുത്തി കൊലക്കടത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവളുടെ നിലവിളി ദൈവസ്ഥലേക്ക് ഉയർന്നു കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? ദാനിയേൽ എന്ന പേരുള്ള ഒരു ബാലന്റെ പരിശുദ്ധമായ ആത്മാവിനെ കർത്താവ് ഉണർത്തി. അവൻ പറഞ്ഞു, ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പൊ നമുക്ക് ചുറ്റും പലതരത്തിലുള്ള തിന്മകളൊക്കെ നടക്കുന്നത് കണ്ടിട്ട് നമുക്ക് യാതൊരു തരത്തിലുള്ള അവസ്ഥയില്ലെങ്കിൽ അതിനെ വെളിപ്പെടുത്താണ്. അവൻ ഉറങ്ങിയിരിക്കുന്നവനാണ്, അവൻ മരിച്ചവനാണ്. അതാണ് പറയുക, ദാനിയേലിന്റെ ആത്മാവിനെ കർത്താവ് ഉണർത്തി. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പലപ്പോഴും എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, മരിച്ചവരിൽ നിന്ന് എഴുന്നേൽക്കുക എന്ന് പറഞ്ഞ വചനത്തിന്റെ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ചില ജീവിതത്തിന്റെ ചില സ്വഭാവ രീതികൾ നമ്മുടെ കടന്നു പോയാൽ നമ്മൾ മരിച്ചവരെ പോലെ ആയിത്തീരും. അതിൽ ഒന്നാമത്തെ ഒരു പല കാര്യങ്ങളുണ്ട്, ചിലത് നിങ്ങളോട് പറയാം. ഒന്നാമത്തെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൻ്റെ സുഖാനുഭവങ്ങളിൽ, ഈ ലോകത്തിൻ്റെ ജഡിക പാപ സുഖങ്ങളിൽ എന്ന് പറഞ്ഞാൽ മദ്യപാനമാകാം, വ്യഭിചാരമാകാം, സ്വവർഗഭോഗമാകാം, അങ്ങനെയൊക്കെയുള്ള തരത്തിലുള്ള ഇതുപോലെയുള്ള പല തരത്തിലുള്ള ജഡിക പാപങ്ങളിൽ തഴക്ക ദോഷങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നൊരു ദൈവപൈതലാണെങ്കിൽ അവൻ മരിച്ചവന് തുല്യമാണ്. അവൻ മരിച്ചവന് തുല്യമാണ്.
അതാണ് മരിച്ചവനെ നീ എഴുന്നേക്കണം. 1 തിമോത്തി 5:6 വചനം വെളിപ്പെടുന്നത്. 1 തിമോത്തി chapter 5 verse 6. സുഖാനുഭവങ്ങളിൽ മുഴുകിയിരിക്കുന്നവൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. സുഖാനുഭവങ്ങൾ മുഴുകിയിരിക്കുന്നവൾ ജീവിച്ചിരിക്കെ തന്നെ മരിച്ചവളാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ പറയുക? വിധവകളെ കുറിച്ച് പറയുന്ന ഒരു ഭാഗമാണ് അവിടെ പലതരത്തിലുള്ള പാപസുഖങ്ങളിൽ മുഴുകിയിരിക്കുന്നവളെ കുറിച്ച് പറയാണ്. ഈ ലോകത്തിന്റെ എല്ലാ ജഡിക പാപങ്ങളിലും മുഴുകിയിരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നീ മരിച്ചതിന് തുല്യമാണ്. അത് ജീവിച്ചിരിക്കാൻ തന്നെ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ? അവൻ മരിച്ചവനാണ്. അവൻ ഉദ്ധാനം ചെയ്യുന്നതിനെപ്പറ്റി ജീവിക്കുന്നവനല്ല. അതല്ലേ റോമാലേഖനത്തിൽ 8-ാമത്തെ അധ്യായത്തിന്റെ 13-ാം തിരുവചനം, ജഡികരായി ജീവിക്കുന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായും മരിക്കും, എന്നാൽ ശരീരത്തിന്റെ പ്രവണതകളെ ആത്മാവിനാൽ നിഗണിക്കുന്നെങ്കിൽ നിങ്ങൾ ജീവിക്കും. ഈ 50 ദിവസവും നോമ്പെടുത്ത് മദ്യപാനം ഉപേക്ഷിച്ച് അല്ല ചില പാപസ്വഭാവം ഉപേക്ഷിച്ചിട്ട് ഈസ്റ്ററിന്റെ ദിവസം ഇതെല്ലാം കൂടെ തീർക്കാൻ വേണ്ടി ചെയ്താൽ ഈസ്റ്റർ ദിവസം നീ ഉത്ഥാനം ചെയ്യേണ്ട അതേ ദിവസം നീ മരിക്കുന്നതിന് തുല്യല്ലേ? ചിന്തിച്ചു നോക്കേണ്ട സഹോദരങ്ങളെ, എന്ത് പ്രയോജനം? ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എന്നാൽ ഒരു വ്യക്തി തൻ്റെ ജീവിതത്തെ നല്ല വിശുദ്ധിയിൽ, ശരീരത്തിൻ്റെ വിശുദ്ധി, ആത്മാവ് നല്ല കൃപയിൽ, മനസ്സിൻ്റെ വിശുദ്ധി അതിലൊക്കെ കീപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ എന്താണെന്നറിയാവോ? ആ വ്യക്തിയിൽ ദൈവത്തിൻ്റെ ജ്ഞാനം പ്രവേശിച്ചു, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ പ്രവേശിച്ചു, ദൈവത്തിൻ്റെ കൃപ പ്രവേശിച്ച് അത് ആ വ്യക്തി നല്ല കൃപയിൽ ഉണർവിലും ജീവിക്കും. അതാണ് ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ 7-ാമത്തെ അധ്യായത്തിൻ്റെ 27-ാമത്തെ തിരുവചനം. ബുക്ക് ഓഫ് വിസ്ഡം ചാപ്റ്റർ 7 verse 27. ഏകയെങ്കിലും സകലതും അവൾക്ക് സാധ്യമാണ്, മാറ്റത്തിന് അധീനയാകാതെ അവൾ സർവവും നവീകരിക്കുന്നു. ഓരോ തലമുറകളിലുമുള്ള വിശുദ്ധ ചേതനകളിൽ പ്രവേശിക്കുന്നു, അവരെ ദൈവമിത്രങ്ങളും പ്രവാചകന്മാരുമാക്കി മാറ്റുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എന്ന് പറഞ്ഞാൽ ഓരോ തലമുറകളിലുമുള്ള വിശുദ്ധ ചേതനയിൽ ദൈവത്തിന്റെ ജ്ഞാനം, പരിശുദ്ധാത്മാവിന്റെ കൃപ പ്രവേശിക്കും. ശ്രദ്ധിച്ചു നോക്ക്, മോശ എന്ന് പറയുന്ന വിശുദ്ധ ചേതനയിലേക്ക് ദൈവത്തിന്റെ ജ്ഞാനം പ്രവേശിച്ചപ്പോൾ മോശ എന്തായിട്ട് ദൈവത്തിന് മിത്രമായി, പ്രവാചകനായി. എല്ലാ കാര്യങ്ങളും പറയേണ്ടത് പറയും, തിരുത്തേണ്ടത് തിരുത്തും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ദൈവത്തിന്റെ ജ്ഞാനം വിശുദ്ധമായ ചേതന പ്രവേശിക്കുമ്പോൾ ദൈവമുദ്ര പ്രവാചകന്മാരുമാകും. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ജെറമിയ ഈ ദിവസങ്ങളിലെ നോമ്പിനോടനുബന്ധിച്ചൊക്കെയുള്ള പല കർമ്മങ്ങളോടനുബന്ധിച്ചുള്ള പല പ്രാർത്ഥനകൾക്ക് ജെറമിയ, എസക്കിയേൽ, ദാനിയേൽ എന്നൊക്കെ പറഞ്ഞ് എത്രയോ ഗാനങ്ങൾ പാടി പ്രാർത്ഥിച്ചു. അവരൊക്കെ എന്താ? ദൈവത്തിന്റെ പ്രവാചകന്മാരായി. എന്താ? അതുപോലെ വിശുദ്ധി, അതുപോലെ വിശുദ്ധി, അതുപോലെ വിശുദ്ധി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ടാമത്തെ നമ്മളെ മരിച്ചവരെത്തോലെ ആർക്കുന്ന വേറൊരു സംഗതിയാണ്, ഈ ലോകത്തിൻ്റെതായ കാര്യങ്ങൾ ഉപേക്ഷിച്ച് പോരാതിരിക്കുന്നവൻ. അഥവാ ഒരു കാലത്ത് ലോകത്തിൻ്റെ പ്രവണതകൾ, ലോകത്തിൻ്റെ സന്തോഷം പകരുന്ന കാര്യങ്ങൾ ഉപേക്ഷിച്ചിട്ട് വീണ്ടും ഒരു സമയം കഴിഞ്ഞു കഴിയുമ്പോൾ അതിൻ്റെ എല്ലാം പിന്നാലെ വീണ്ടും പരക്കം പായുന്നവർ. അത് ചിലപ്പോൾ വൈദികരാകാം, സിസ്റ്റർമാരാകാം, സുവിശേഷ വേലകർ, ആരുമാകാം. ഒരു കാലത്തൊന്നും വേണ്ടാന്ന് വെച്ചിട്ട് ഈശോന്ന് മാത്രം ഇറങ്ങി തിരിച്ചിട്ട് പിന്നെ ഒരു കാലഘട്ടം കഴിയുമ്പോൾ എല്ലാം വേണമെന്നുള്ള ധാരണ പോകുമ്പോൾ ഏത് ജീവിതാന്തസപ്പെട്ട വ്യക്തിയാണെങ്കിലും മരിച്ചതിന് തുല്യമായിട്ട് തീരുമെന്ന് വചനം വെളിപ്പെടുത്തുകയാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈ ലോകത്തിന്റെ ആഡംബരങ്ങൾ മാത്രം, അതാണ് പൗലോസ് പറയുന്നത്, ഈ ലോകത്തെ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് നീയെങ്കിൽ നീ ഏറ്റവും ഒരു മോശമായ അവസ്ഥയിലാണ്. ലൂക്കായുടെ വിശേഷത്തിൽ 9-ാമത്തെ അധ്യായത്തിന്റെ 57 മുതൽ 60 വരെയുള്ള തിരുവചനങ്ങൾ നമുക്ക് വായിക്കാം. അവർ പോകും വഴി ഒരുവൻ അവനോട് പറഞ്ഞു, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കും. യേശു പറഞ്ഞു, കുറുനരികൾക്കും ആളങ്ങളും ആകാശത്തിലെ പക്ഷികൾക്ക് കൂടുകളുമുണ്ട്, മനുഷ്യപുത്രന് തല ചായ്ക്കാൻ ഇടമില്ല. അവൻ വേറെ ഒരുവനോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക. അവൻ പറഞ്ഞു, കർത്താവേ, ഞാൻ ആദ്യം പോയി എൻ്റെ പിതാവിനെ സംസ്കരിക്കാൻ അനുവദിച്ചാലും. അവൻ പറഞ്ഞു, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ സംസ്കരിക്കട്ടെ, നീ പോയി ദൈവരാജ്യം പ്രസംഗിക്കുക. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഒരു പക്ഷേ ഈ വചനഭാഗം കേൾക്കുമ്പോൾ അയ്യോ ദൈവം ഈശോ ഇത്ര ക്രൂരനാണെന്നൊക്കെ ചിന്തിച്ചു നോക്കാം. എന്ന് പറഞ്ഞാൽ അപ്പൻ്റെ അടക്കിന് പോലും സമയം കൊടുക്കുന്നില്ലല്ലോ എന്ന് ചിന്തിക്കും. അതല്ല വചനത്തിൻ്റെ അർത്ഥം. അവൻ പറഞ്ഞു, മരിച്ചവർ
തങ്ങളുടെ മരിച്ചവരെ സംസ്കരിക്കണം. നീയോ കുഞ്ഞേ പോയി ദൈവരാജ്യം പ്രഘോഷിക്കുക. എന്താണ് മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ സംസ്കരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്, ഇവൻ ദൈവരാജ്യത്തിന് വേണ്ടി ഉപേക്ഷിക്കാൻ വിളി കിട്ടിയ ഒരാളാണെങ്കിൽ അവൻ അതിൽ ഉപേക്ഷിച്ച് പോന്നു. അതുകൊണ്ട് അവൻ ജീവിക്കുന്നവനാണ്. എന്നാൽ അവിടെ ഈ ലോകത്തെ ഉപേക്ഷിക്കാത്ത കുറേ ആൾക്കാർ അവിടെ ഉണ്ട്. മനസ്സിലാകുന്നുണ്ടോ? അവര് ശരിക്കും ദൈവത്തെ മരിച്ച മനുഷ്യരാണ്. മറ്റേ മരിച്ചവരെ സംസ്കരിക്കട്ടെ. ഏത് മരിച്ചവരെ? ശാരീരികമായി ജീവൻ വെടിഞ്ഞ് മരിച്ച മനുഷ്യരെ. ഈ ലോകത്തെ ഉപേക്ഷിക്കാത്ത മനുഷ്യരെ സംസ്കരിച്ചോട്ടെ. നീ ജീവിക്കുന്ന, നീ ദൈവരാജ്യം പ്രഘോഷിക്കുക. അതാണ് മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ സംസ്കരിക്കട്ടെ എന്ന് പറഞ്ഞാൽ, ലോകത്തെ ഉപേക്ഷിക്കാത്ത വ്യക്തിയുടെ മരിച്ചവരാണ്. അവരെന്ത് ചെയ്യണം? അവർ ചെയ്യുന്നൊരു കാര്യമാണ്, പിന്നെ തൽക്കാലം ലോകത്തിൽ നിന്ന് മരണം വഴി വേറെഞ്ഞവരെ സംസ്കരിക്കട്ടെ എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കരുത്. മരിച്ചെടുക്കന് പോകണ്ട, എന്നാൽ മരിച്ചെടുക്കാൻ നടക്കുന്നുണ്ടെന്നൊന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. അതൊന്നും അല്ല. കാരണം പിന്നെ നല്ലതായിട്ട് അല്ല മരിച്ചവരെ സംസ്കരിക്കുക വലിയൊരു പുണ്യപ്രവൃത്തിയായിട്ടാണ് ബൈബിൾ അനുവദിക്കുന്നത്. ലിറ്ററൽ സെൻസിൽ എടുക്കേണ്ട ഒരു വചനം അല്ലത്. മറിച്ച് ഈ ലോകത്തിൻ്റെ കാര്യങ്ങളിലൂടെയുള്ള ആഗ്രഹവും ആർത്തിയുമാണ് നമ്മുടെ മനസ്സിൽ കിടക്കുന്നത്. നീ മരിച്ച മനുഷ്യനാണ്. ആ ലോകത്തിന്റെ ഭാര്യയുടെ കാര്യം ചിന്തിച്ചു നോക്ക്. അല്ല, ലോകത്തെ ഉപേക്ഷിച്ച് ഓടുന്ന സമയത്ത് ഒരു തിരിഞ്ഞു നോട്ടെ 30 തവണയായി മരിച്ചു. അതുകൊണ്ട് ആത്മീയമായ ഒരു മരിച്ച അവസ്ഥയിലേക്ക് നമ്മളെ മാറ്റപ്പെടും. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ഈസ്റ്റർ ദിവസം, കർത്താവിന്റെ ഉയർപ്പ് തിരുനാൾ ദിവസം ജീവിച്ചിരിക്കുന്ന മരിച്ചവരെ അന്വേഷിക്കരുത്. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ നമ്മൾ മരിച്ച ഉണർവോടെ, അഭിഷേകത്തോടെ, നല്ല തീക്ഷ്ണതയോടെ ജ്വലിക്കേണ്ട ഒരു ജീവിതമാണ് നമ്മുടെ ജീവിതം. അത് കുടുംബജീവിതമാണ്, പൗരോഹിത്യമാണ്, സന്യാസമാണ്, ഏകസ്ഥമാണ്, എന്ത് തന്നെയാണെങ്കിലും ശരി. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകത്തോടുള്ള ആഗ്രഹം, പാപത്തോടുള്ള ദാഹം നമ്മളെ മരിച്ചവരാക്കി തീർക്കും. ഈശോ വിളിക്കുകയാണ്, മരിച്ചവരുടെ ഇടയിൽ അല്ല നീ ജീവിക്കേണ്ടത്, നീ മരിച്ചവരുടെ എഴുന്നേൽക്കണം. ഈ ആരാധന സമയത്ത് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടട്ടെ. ആമേൻ, ആമേൻ. വിശുദ്ധ പൗലോസ്ലീഹ തൻ്റെ ലേഖനത്തിൽ വെളിപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ഇച്ഛിക്കുന്നത് പോലെ എനിക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അതിന് കാരണം എൻ്റെ ഉള്ളിൽ പാപം വസിക്കുന്നത് കൊണ്ടാണ്. ആഗ്രഹിക്കുന്നത് പോലെ പല കാര്യങ്ങളും നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. കുടുംബത്തിൽ ആഗ്രഹിക്കുന്നത് പോലെ ഒന്നും എല്ലാവരും സ്നേഹിക്കാനും ഉൾക്കൊള്ളാനും ശുശ്രൂഷിക്കാനൊന്നും പറ്റുന്നില്ല. ഒരുപക്ഷെ സമൂഹത്തിലെ പല തിന്മകൾ കാണുമ്പോൾ എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പറ്റുന്നില്ല. നമ്മുടെ ഉള്ളിൽ പാപം കിടന്നാൽ, ലോകം കിടന്നാൽ സാധിക്കുകയെന്ന് വചനം വെളിപ്പെടുത്തുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും മേഖലയിൽ വിചാരിക്കുന്നത് പോലെ പ്രവർത്തിക്കാൻ സാധിക്കാത്തൊരവസ്ഥയുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഉച്ചതനായി ഈശോയെ ആരാധിച്ച് പ്രാർത്ഥിക്കുകയാണ്. അവിടുന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ രൂപാന്തരപ്പെടുത്തും. അപ്പസ്തോലന്മാരുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് വന്ന് അവരെ രൂപാന്തരപ്പെടുത്തിയപ്പോഴാണല്ലോ അവരുടെ ജീവിതത്തിൽ വ്യത്യാസങ്ങൾ സംഭവിച്ചത്. ഓരോരുത്തരും ഇപ്പോൾ പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഓ കർത്താവേ ആരാധന, ആരാധന. പരിശുദ്ധാത്മാവേ, ഉച്ചതനായ ഈശോയെ, പരിശുദ്ധാത്മാവിനെ ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. ഞങ്ങളിൽ വസിക്കേണമേ. ഉരുക്കി ഞങ്ങളെ വാർത്തെടുക്കൂ. വലിയ വിശുദ്ധി കൊണ്ട് നിറയ്ക്കണമേ. വിശുദ്ധി നിറച്ചെന്നെ ഉപയോഗി. കൈകൾ ഉയർത്തി വിളിക്കട്ടെ യേശുവേ. ജീവിക്കും ദൈവത്തിൽ അരൂപിയേ. ഭവ്യമായി ഞങ്ങളിൽ വസിക്കേണമേ. ഉരുക്കി ഞങ്ങളെ വാർത്തെടുക്കൂ. വിശുദ്ധി നിറച്ച് ഉപയോഗിക്കൂ.